ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രമാണ്. നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യുന്നു. നല്ല അമർത്താതെ സ്കെച്ച് ചെയ്യുക. വീഡിയോയിലെ ചിത്രത്തിൽ കാണുന്നത് പോലെ ചെയ്യുക. അമർത്തി വരച്ചു കഴിഞ്ഞാൽ അതൊരു പേപ്പറിലെ ഒരു അടയാളങ്ങൾ കാണുന്നത് അത് കളർ ചെയ്യുമ്പോൾ അതിനെ ബാധിക്കും. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് കളറിങ്ങിലേക്ക് പോകാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കളർ പെൻസിലാണ്. ആദ്യം ആകാശത്തിൻ്റെ ഭാഗം ചെയ്യും. നമുക്ക് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂവിൽ തന്നെ 2-3 തരം ബ്ലൂ ഉണ്ടാകും. നമുക്ക് ലൈറ്റ് ബ്ലൂ ആയിട്ട് ചെയ്യാം. ഇനി ചെയ്യുന്നത് മരത്തിൻ്റെ ഇലകളാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു പൂത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ചിത്രമാണ്. അതിൽ ഓറഞ്ച്, മഞ്ഞ, റെഡ് എന്നീ നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മരത്തിൻ്റെ ഇലകൾക്ക് പച്ച നിറം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച എന്ന നിലയിൽ നമുക്ക് ചെയ്യാം. മരത്തിൻ്റെ തടി ചെയ്യുന്നത് ബ്രൗണും അതിൻ്റെ ഷെയ്ഡുകളും ഉള്ള നിറങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും ആയിട്ട് നമുക്ക് ചെയ്യാം. ഇരുണ്ട നിറം കിട്ടാൻ വേണ്ടി നമുക്ക് ബ്ലാക്ക് ഉപയോഗിച്ച് ചെയ്യാം. അടുത്ത ഭാഗം ചെയ്യുന്നത് മലനിരകളാണ്. അതിന് ഞാൻ ഇവിടെ വയലറ്റ് നിറമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാമെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വയലറ്റ് ഉപയോഗിക്കാം, ബ്ലൂ ഉപയോഗിക്കാം. പിന്നെ ചെയ്യുന്നത് മലനിരകൾക്ക് അടുത്തായിട്ട് നമുക്ക് പുൽമേടുകൾ ചെയ്യാം. അതിന് നമുക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അതിൻ്റെ ഷെയ്ഡുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയ മരങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ലൈനുകളിട്ട് മരക്കൊമ്പുകളായിട്ട് നമുക്ക് വരക്കാം. അടുത്ത ഭാഗം ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ഭാഗമാണ്. വെള്ളത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഉപയോഗിക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ ചുറ്റുപാടിൽ എല്ലാ നിറങ്ങളും അതിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ബ്ലൂ ഉപയോഗിക്കാം, ഗ്രീൻ ഉപയോഗിക്കാം. ചുറ്റുപാട് കാണുന്ന എല്ലാ വസ്തുക്കളുടെ നിറങ്ങളും അതിൽ ക്രിയേറ്റ് ചെയ്യാം. നിറങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ എല്ലാ നിറങ്ങളും ഉപയോഗിക്കുന്നു.
ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പാറക്കെട്ടുകളാണ്. പാറക്കെട്ടുകളിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് നിറം മാത്രമേ ഉള്ളൂ എങ്കിൽ നല്ല ഡാർക്കുള്ള ഭാഗം അമർത്തിയിട്ടും കളറില്ലാത്ത ഭാഗം അമർത്താതെയും ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന വളരെ റഫായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്, ലൈൻസ് പോലെ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഒന്നും കൂടി സ്മൂത്താക്കിയിട്ട് ചെയ്യാം. സ്മൂത്താക്കി ചെയ്യുമ്പോൾ ഒന്നും കൂടി അടുപ്പിച്ച് എല്ലാ നിറങ്ങളും ലയിപ്പിച്ച് ചെയ്യാം. പാറക്കെട്ടിൻ്റെ മുകളിലുള്ള പുൽമേടുകൾ നമുക്ക് യെല്ലോ, ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന് എന്ന രീതിയിൽ ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. പാറക്കെട്ടുകളെല്ലാം ഈ ബ്ലാക്ക് ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഗ്രീനൊക്കെ ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ പാറക്കെട്ടിലെ വെള്ളം ഒഴുകുന്ന പച്ചപ്പ് ഉണ്ടാവും, പച്ചപ്പ് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. വെള്ളത്തിൻ്റെ ഭാഗം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് ബ്ലൂ കൊണ്ട് എല്ലാ ഭാഗം ഞാൻ ചെയ്യുന്നതില്ല. വെള്ള നിറത്തിൻ്റെ ഒരു ഇത് കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഭാഗം പേപ്പറിൻ്റെ നിറം വിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ലൈൻ പോലെ ഇങ്ങനെ വരച്ച് വെള്ളം ഒഴുകുന്ന പോലെ നമുക്ക് ചെയ്യാം. അതിനുശേഷം ഈ സൈഡിലുള്ള പാറക്കെട്ടുകൾ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് സ്മൂത്താക്കിയിട്ട് തന്നെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും ചെയ്ത റഫ് മെത്തേഡല്ലാതെ നിങ്ങൾക്ക് സ്മൂത്തായി സാവധാനം ചെയ്യും. ഇത് കൂടുതൽ സമയം എടുക്കും സ്മൂത്തായി ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. ഇരുണ്ട നിറം വേണ്ട ഭാഗത്തൊക്കെ നമുക്ക് ബ്ലാക്ക് ഉപയോഗിച്ച് ഡാർക്കാക്കാം. ഈ ഭാഗത്ത് കുറച്ച് ഭാഗം നമുക്ക് പുൽമേടുകൾ ചെയ്യാം. അവിടെ നമുക്ക് യെല്ലോ നേരത്തെ ചെയ്ത പോലെ ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന് ചെയ്ത് നമുക്ക് പുൽമേടുകൾ വരക്കാം.
പാറകളുടെ മുകളിൽ വെള്ളം ഒഴുകുന്നത് പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ പാറകൾ വരയ്ക്കാം. അഥവാ നമുക്ക് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴുകുന്നത് കാണിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കുറച്ച് ഭാഗം വിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴുകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നമുക്ക് ബ്ലാക്ക് ഉപയോഗിക്കാം. വെള്ളത്തിലും ബാർക്കട്ടുകൾ വരയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു ഭംഗിയുണ്ടാവും. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെള്ളത്തിൽ എല്ലാ നിറങ്ങളും ഉണ്ടാകും. അത് നമുക്ക് ഈ പാറക്കെട്ടുകളുടെ നിഴലുകളും ഈ വെള്ളത്തിൽ വീഴുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഉപയോഗിക്കാം, ഡാർക്ക് ബ്ലൂ ഉപയോഗിക്കാം, പിന്നെ എല്ലാ നിറങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് ലഭിക്കും. ഒരു ചെറിയ വെള്ളത്തിൻ്റെ എഫക്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ ചെറിയ ലൈന് താഴോട്ട് ഇങ്ങനെ ഒരു ലൈനായിട്ട് ചെയ്യും. അതായത് 2 തരം ലൈനുകൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്കിങ്ങനെ കാണാം. ഇവിടെ യെല്ലോ നിറം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മുകളിലുള്ള പുൽമേടുകളിലെ നിറങ്ങളല്ലോ, അത് ഞാൻ വെള്ളത്തിൻ്റെ ഇങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ മരത്തിൻ്റെ ഒരു റെഡ് കളറ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതിനനുസരിച്ച് ഏതെല്ലാം നിറം ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഭംഗി കിട്ടും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് വെക്കുന്നുള്ളൂ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാം. ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരയ്ക്കുക. താങ്ക് യു. നിങ്ങൾ വീഡിയോ കണ്ടതിന് സന്തോഷം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.